SKSF ഉം SYS ഉം SMF ഉം SBUയും ഒക്കെ മഹത്തായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ നാടിന് സംഭാവന ചെയ്ത മഹത്തായിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയുന്നത് പോലെ ഒരുപാട് സ്ഥലത്ത് ഇസ്ലാമികപരമായിരിക്കുന്ന മുന്നേറ്റങ്ങൾ സാധ്യമായിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും കൃത്യമായിരിക്കുന്ന ഒരു രൂപരേഖയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാതെ ഇസ്ലാമിന്റെ മക്കൾക്ക് അതിന് കഴിയാതെ വന്നത് അവിടെയൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള ഒരു കൃത്യമായിരിക്കുന്ന പ്ലാറ്റ്ഫോമോട് കൂടി പ്രവർത്തിക്കുന്ന സംഘടന ഇല്ലാത്തത് കൊണ്ടാണ്. 1926 മഹാനായിരിക്കുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളെ ബീജാഭാവം നൽകി ബഹുമാനപ്പെട്ട പാങ്ങിരുസ്താദും മഹാനായിരിക്കുന്ന കണ്ണിയത്തോരും മഹാനായിരിക്കുന്ന ശൈഖുന ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദും മഹാനായിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദും ബഹുമാനപ്പെട്ട ഒരുപാട് സാദാത്തും പാണക്കാട് സാദാത്യങ്ങളും ഇപ്പോൾ മഹാനായിരിക്കുന്ന സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫരി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി ഉസ്താദുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളെ എല്ലാവരെയും സമുദ്ധരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റു നാടുകളിലൊന്നും കിട്ടാത്ത ഒരു അനുഭൂതിയുടെ വശത്തേക്കും കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കുടുംബം പോലെ, ആ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഈ നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമസ്ത നമ്മളെ കാത്തു സംരക്ഷിച്ചത്. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ ആ കുടുംബത്തിലെ കുടുംബനാഥൻ ആ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി കടന്നു വരും. ആ കുടുംബം എല്ലാവരും, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി യോജിച്ചു നിൽക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെയാണ്. ഓരോ സമയത്തിനും വേണ്ടതുപോലെയുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് സമസ്തയെ മറ്റു സംഘടനകളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഘടകം എന്നുള്ളത്. ഓരോ സമയത്തിനും വേണ്ടതുപോലെയാണ്. നമുക്കറിയാമല്ലോ, 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് ആദർശത്തെ സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കേരളീയ മുസ്ലിങ്ങളുടെ ഈമാനിനെ കൃത്യമായിരിക്കുന്ന അളവുകോലിൽ തൂക്കിയിടുക എന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 26 ഇവിടെ രൂപീകരിച്ചത്. മഹത്തായിരിക്കുന്ന ആ ഒരു സംഘടന കടന്നു വരുമ്പോ ഈ രണ്ട് ലക്ഷ്യവും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇവിടെ 1945 കാര്യവട്ടം സമസ്ത സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മദ്രസയെ കുറിച്ച് വാചാലമാകുന്നത്, സമൂഹത്തോട് മദ്രസയെ കുറിച്ച് പറയുന്നത്. നാളെ ഇന്ത്യ സ്വതന്ത്രമായാൽ ഈ ഇന്ത്യയുടെ മണ്ണിൽ മതേതരത്വ സ്വഭാവത്തോട് കൂടി വരുമ്പോൾ നമ്മൾ അനുഭവിച്ചു പോകുന്ന സ്കൂളിൽ മദ്രസ പഠിപ്പിക്കുന്ന, സ്കൂളിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സൗകര്യം ഒരു പക്ഷേ ഇല്ലാതെയായി വരും. അങ്ങനെ കടന്നു വന്നാൽ നമ്മൾ രണാങ്കണത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമരമുഖത്തേക്ക് നിങ്ങൾ പോകണമെന്നല്ല, അതല്ലാതെ സർക്കാരിനെതിരെ സമരം ചെയ്യണമെന്നല്ല, ഭരണകൂടത്തിന് നീങ്ങണമെന്നല്ല, മറിച്ച് ബദലായിരിക്കുന്ന സംവിധാനം കൊണ്ടുവരണം. അങ്ങനെയാണ് മദ്രസ സംവിധാനം സമസ്ത തുടക്കം കുറിക്കുന്നത്. 1952 സമസ്തയുടെ ആദ്യത്തെ ഘടകമായ SKIMBB സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത്. അങ്ങനെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കടന്നു വന്നു, SMF കടന്നു വന്നു, SYS കടന്നു വന്നു, SKSF കടന്നു വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും താഴെ ഘടകത്തിലുള്ള ഘടകമായ SBB കടന്നു വന്നു. അങ്ങനെ ഓരോ വിഭാഗത്തിനു വേണ്ടി കൃത്യമായിരിക്കുന്ന രൂപരേഖയോടുകൂടി സമസ്ത ഈ മഹത്തായിരിക്കുന്ന ദേശത്ത്, ഈ മഹത്തായിരിക്കുന്ന നാട്ടില് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തി. വേണ്ടതുപോലെ ചെറിയ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി പോലും അൽബിർ സ്ഥാപിച്ചുകൊണ്ട് ഇന്ന് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസ പ്രസക്തി വരുമ്പോ ഫാദില, അതുപോലെ തന്നെ വഫിയ, അതുപോലെ തന്നെ ഇന്ന് SNEC-യിലൂടെ കൃത്യമായിരിക്കുന്ന സ്ത്രീ വിദ്യാഭ്യാസ ശാക്തീകരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊണ്ടുവരികയാണ്. അങ്ങനെ ഓരോന്നും എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനത്തെ സംഭവം അറിയാമല്ലോ. കൃത്യമായിരിക്കുന്ന ഓരോ വിഷയത്തിലും ഇടപെടാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുമ്പിൽ നിൽക്കാറുണ്ട്. ഞാൻ ആദ്യത്തെ പറഞ്ഞ സമസ്ത ഈ ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത്. ആ ഈമാൻ വിഘാതമാകുന്ന ആ ദേശീയ തലത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന തലത്തിലോ ഏതെങ്കിലും ഒരു സാമൂഹികപരമായിരിക്കുന്ന ഇടപെടലുകൾ കടന്നു വരുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങിയ ചരിത്രം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ശരീഅത്ത് നിയമത്തെ സംരക്ഷിക്കാൻ വേണ്ടി സമസ്ത ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിവാഹപ്രായത്തിനെതിരെ, വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം അതിന് കുറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇടയിലേക്ക് കടന്നു വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായിരിക്കും ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അവസാനം നമുക്കറിയാമല്ലോ വഖഫ് ഭേദഗതി നിയമ ബില്ല് കൊണ്ട് കടന്നു വരുമ്പോ സമസ്ത അതിനെയും കൃത്യമായി ഇടപെട്ടുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് നിയമപരമായിരിക്കുന്ന കാര്യങ്ങളിൽ പോലും വലിയ വക്കീലിനെ വെച്ചുകൊണ്ട് അതാ നമ്മൾ കേസ് നടത്താൻ വേണ്ടി പോവുകയാണ്. ആ രൂപത്തിലേക്ക് സമസ്ത മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാം വേണ്ടതുപോലെ നൽകാൻ, എല്ലാം നമുക്ക് നൽകാം.
ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ ഒരു കുടുംബനാഥൻ നമുക്കിന്നുണ്ട്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ സമസ്തക്ക് ശക്തി പകരാൻ, ആ സമസ്തയുടെ കീഴ്ഘടകമായിരിക്കുന്ന SYSനും SKSFനും SBVക്കും അതുപോലെയുള്ള കാര്യത്തിന് കൃത്യമായിരിക്കുന്ന രൂപരേഖയും കൃത്യമായിരിക്കുന്ന പ്രവർത്തനവും കെട്ടിപ്പിടിക്കാനാവണം നമ്മുടെ മുന്നിലുള്ള ഈ മഹത്തായിരിക്കുന്ന സൗദം എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇർഷാദ് ഉദവി പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം നടക്കണം. ഇവിടെയുള്ള ഈ ഒരു കാര്യത്തിൽ ഓഫീസ് സംവിധാനം മാത്രമല്ല, യോഗങ്ങൾ മാത്രമല്ല, സമൂഹത്തിന് ഉപകാരം ലഭ്യമാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഊന്നൽ നൽകണമെന്ന് കൃത്യമായി ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ സംഘടനാ ചലനം മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ വിനീതൻ എന്റെ അല്പസമയത്തെ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്. എല്ലാ നിലക്കും ഈ മഹത്തായിരിക്കുന്ന പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വൈകിയ സമയത്ത് കൂടുതൽ ഇരുത്തിക്കൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല എന്നുകൂടി അറിയിച്ചുകൊണ്ട് മഹത്തായിരിക്കുന്ന ഈ പരിപാടിക്ക് വേണ്ടി, ഈ ഒരു സൗധം നിർമ്മിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണ് സഹകരിച്ചത്, ആരൊക്കെയാണ് ഇതിന്റെ ഭാഗവാക്കായത്, അള്ളാഹു എല്ലാവർക്കും അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.